എല്ലാവർക്കും നമസ്കാരം. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ലേണിംഗ് ആസ്ട്രോളജിയിലേക്ക് സുസ്വാഗതം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വശീകരണ മോതിരത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്നെ ഒരുപാട് പേര് കോണ്ടാക്റ്റ് ചെയ്യുകയുണ്ടായി. വാട്സപ്പിൽ അല്ലാതെയുമൊക്കെ ആയിട്ട് ഒരുപാട് പേര് എൻ്റെ കയ്യിൽ നിന്ന് മോതിരം വാങ്ങുകയുണ്ടായി. ആ മോതിരം വാങ്ങി അതിൽ നിന്നും ഫലം കിട്ടി എന്ന് പറഞ്ഞ് ഒരുപാട് പേര് എന്നെ തിരിച്ചറിയിക്കുകയുണ്ടായി. അതിലൊരുപാട് സന്തോഷമുണ്ട് എനിക്ക്. അതിൻ്റെ ഫലം കിട്ടി എന്ന് പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞതിൽ ഒരു വ്യക്തിയുടെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. അത് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇൻബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ മോഹനയക്ഷി വശീകരണ മോതിരത്തെക്കുറിച്ച് സംശയമുള്ളവർ ഒരുപാട് പേര് വാട്സപ്പിലൂടെ ചോദിക്കുകയുണ്ടായി. അതിൻ്റെ എല്ലാം സംശയ നിവാരണം ഞാൻ അതിന് നിവൃത്തി വരുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും പലരും ഇപ്പോഴും മോഹനയക്ഷി വശീകരണ മോതിരത്തെക്കുറിച്ച് പല സംശയങ്ങൾ, അതായത് മോഹനയക്ഷി വശീകരണ മോതിരം എന്താണ്, അത് എങ്ങനെയാണ്, അതിൻ്റെ ഫലം എത്രത്തോളം കിട്ടും, എത്ര നാൾ ഉപയോഗിക്കാം, മോഹനയക്ഷി വശീകരണ മോതിരം ഉപയോഗിച്ചാൽ മത്സ്യമാംസാദികൾ കഴിക്കാമോ, അങ്ങനെ പലതരത്തിലുള്ള അത് ഇട്ടാലുള്ള പ്രയോജനങ്ങൾ എനിക്കൊരാളെ മാത്രമായിട്ട് എന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള സംശയങ്ങൾ എന്നോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞാൻ മോഹനയക്ഷി വശീകരണ മോതിരത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടിട്ടും ആർക്കും അതിൻ്റെ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ മോഹനയക്ഷി വശീകരണ മോതിരത്തെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരണം നൽകുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി എന്താണ് മോഹനയക്ഷി വശീകരണ മോതിരം എന്നുള്ളത് പറഞ്ഞുതരാം. മോഹനയക്ഷിയെ വെച്ച് 7 മുതൽ 21 ദിവസം വരെ ഉള്ള കർമ്മങ്ങൾ ചെയ്ത് മോഹനയക്ഷി ആവാഹനം ചെയ്ത് എടുക്കുന്ന ഒന്നാണ് ഈ മോഹനയക്ഷി വശീകരണ മോതിരം. മോഹനയക്ഷി വശീകരണ മോതിരം കൂടുതലായും നമുക്ക് ഏതൊന്നിലും മോഹനയക്ഷി ആവാഹിച്ചെടുക്കാം. ചിലർ പാവയിൽ ആവാഹിക്കാറുണ്ട്, ചിലർ ഏലസിൽ ആവാഹിക്കാറുണ്ട്, ചിലർ മോതിരത്തിൽ ആവാഹിക്കാറുണ്ട്. ഞാൻ കൂടുതലും ബെർത്ത് സ്റ്റോൺ ഉപയോഗിക്കുന്ന റിങ്ങുകളാണ് ആവാഹിച്ചെടുക്കുക. കാരണം അതിന് മറ്റൊരു ഗുണം കൂടിയുണ്ട്. ഒന്ന്, അവർക്ക് വശീകരണത്വം കിട്ടുകയും അതോടൊപ്പം അവരുടെ ഗ്രഹദോഷങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും. കാരണം ഞാൻ മോഹനയക്ഷി വശീകരണ മോതിരം ചെയ്ത് കൊടുത്തിട്ടുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം. അവരുടെ പേര്, നക്ഷത്രം, ജനന തീയതി, ജനിച്ച സമയം ഇവയെല്ലാം വാങ്ങി ബെർത്ത് സ്റ്റോണിലാണ് ഞാൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കാരണം ഞാൻ ഇതെല്ലാം അവരിൽ നിന്ന് വാങ്ങിയിട്ട് അവരുടെ ഗ്രഹനില എടുത്ത് അതിൻ്റെ ഉചിതമായ ഭാഗ്യസ്ഥാനത്ത്, സമ്പത്തിൻ്റെ സ്ഥാനത്തും ഒക്കെ ഉള്ള ഗ്രഹങ്ങളെ നോക്കി അതിൽ നിന്നും ഒരു സ്റ്റോൺ തിരഞ്ഞെടുത്താണ് ചെയ്തു കൊടുക്കാറ്. പ്രധാനമായും ഒരു വ്യക്തിക്ക് 3 സ്റ്റോണുകളാണ് സാധാരണയായി വരുന്നത്. ഒന്ന് ഭാഗ്യനക്ഷത്രക്കല്ല്, പിന്നെ ജന്മരാശിക്കല്ല്, സമ്പത്തിൻ്റെ. ഇങ്ങനെ 3 തരത്തിലാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇതിൽ ഏറ്റവും ഉചിതം ഏതാണെന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ ചെയ്തു കൊടുക്കുക. അപ്പം ജ്യോതിഷപരമായിട്ടും മാന്ത്രികപരമായിട്ടും 2 രീതിയിലും ചെയ്തെടുക്കുന്ന ഒരു അതിവിശിഷ്ടമായ ഒന്നാണ് ഈ മോഹനയക്ഷി വശീകരണ മോതിരം. എന്നാൽ അതിന് ഞാൻ തുച്ഛമായൊരു തുകയെ വാങ്ങാറുള്ളൂ. മോതിരത്തിൻ്റെ ചിലവും പിന്നെ സാധനങ്ങൾ വാങ്ങാനുള്ള ചിലവും പിന്നെ കർമ്മം ചെയ്യുന്നതിന് ചെറിയൊരു തുകയും, അങ്ങനെ വളരെ ചെറിയൊരു തുക മാത്രമാണ് ഞാൻ വാങ്ങാറുള്ളത്. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ മോഹനയക്ഷി വശീകരണ മോതിരം ബെർത്ത് സ്റ്റോണിലും കൂടെ വെച്ച് ചെയ്യുന്നത് കൊണ്ട് വളരെയധികം ഫലപ്രദമായ ഒരു മോതിരമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം മോഹനയക്ഷി വശീകരണ മോതിരം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനമെന്ന് പറഞ്ഞാൽ, ഒന്ന്, പ്രധാനമായും നമ്മളുടെ സ്വന്തം ശരീരത്തിൽ തന്നെ സൗന്ദര്യമുണ്ടാകും. മോഹനയക്ഷി വശീകരണ മോതിരം ധരിച്ച വ്യക്തികൾക്ക് പ്രാക്ക് ദോഷങ്ങൾ, പ്രധാനമായും കൺദോഷം, അതായത് സൗന്ദര്യമുള്ളൊരു വ്യക്തിയെ മറ്റൊരു വ്യക്തി തീക്ഷ്ണമായി നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ കൺദോഷം എന്ന് പറയുന്നത്. അത് ഈ നോക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് നെഗറ്റീവ് എനർജി അവർക്ക് വരികയും അവരിലേക്ക് ആ നെഗറ്റീവ് എനർജി ദൃഷ്ടി പതിയുന്ന വ്യക്തിയിലേക്ക് പതിക്കുകയും അവരുടെ സൗന്ദര്യത്തിന് കേടുപാടുകൾ ഉണ്ടാകുകയും ചെയ്യുന്നതിനാണ് കൺദോഷം എന്ന് പറയുന്നത്. ഈ കൺദോഷം സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ വീടുകളിൽ കുമ്പളങ്ങ കെട്ടിയിടാറുണ്ട്. കൺദോഷം മാറാൻ വേണ്ടി
നമ്മൾ പുലിനകം, അത് പിന്നെ കണ്ണിൻ്റെ ലോക്കറ്റുകൾ അങ്ങനെയൊക്കെ ഇടാറുണ്ട്. പക്ഷെ ഇതൊക്കെ പൂജ ചെയ്താണോ എടുക്കുന്നതെന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ മോഹനയക്ഷി വശീകരണ മോതിരം വശീകരണ കർമ്മം ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ മോഹനയക്ഷിയെ വെച്ച് വശീകരണ കർമ്മം ചെയ്തെടുക്കുകയും അത് ബർത്ത് സ്റ്റോണിൽ പണിഞ്ഞെടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഗ്രഹസംബന്ധമായും അല്ലാതെ ഉള്ള മാന്ത്രികപരമായുള്ളതുമായ ശക്തികൾ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ കൺദോഷം നമുക്ക് ഏൽക്കാതെ അകന്നു പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മോഹനയക്ഷി വശീകരണ മോതിരം ധരിക്കുന്ന വ്യക്തികൾക്ക് പ്രത്യേകതരമായൊരു ചൈതന്യം ഉണ്ടാകുന്നു, ഒരു സൗന്ദര്യം ഉണ്ടാകുന്നു. അവരെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തികൾക്കും ഒരു ആകർഷണത്വം തോന്നുന്നു. ഒരു വട്ടം നോക്കിയവർക്ക് ഒന്നുകൂടി നോക്കുവാനുള്ളൊരു താല്പര്യം ഉണ്ടാകുന്നു. അതാണ് ഈ മോഹനയക്ഷി വശീകരണ മോതിരത്തിൻ്റെ ഒരു പ്രത്യേകതയും അത് ധരിക്കുന്നവർക്കുള്ളൊരു ഗുണവും. സ്വന്തം ശരീരത്തിൽ സൗന്ദര്യം ഉണ്ടാകുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സിലുള്ളവർക്ക് മോഹനയക്ഷി വശീകരണ മോതിരം ധരിച്ചുകൊണ്ട് ഓഫീസിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ പോയാലുള്ള ഗുണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്കുള്ള ഗുണം, അവിടെ വരുന്നവർക്ക്, അതിന് ആണിനായാലും പെണ്ണിനായാലും ശരി, ആർക്കായാലും നമ്മളോടൊരു സ്നേഹവും ഒരു ഇഷ്ടവും തോന്നും. അപ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാനോ അനുസരിക്കാനോ ഉള്ളൊരു താല്പര്യം തോന്നും. പിന്നെ മോഹനയക്ഷി വശീകരണ മോതിരം ധരിക്കുന്ന വ്യക്തികളോട് ഒരു അനുകമ്പ തോന്നും. പിന്നെ അതുപോലെ തന്നെ സെക്ഷനിൽ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മോഹനയക്ഷി വശീകരണ മോതിരം ധരിക്കുന്ന പുരുഷനോട് സ്ത്രീകൾക്ക് അടുത്ത് പെരുമാറുവാൻ തോന്നും. പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളോട് താല്പര്യവും, സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരോട് താല്പര്യവും ഉണ്ടാകും. അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ വെച്ചാണ് ഈ മോഹനയക്ഷി വശീകരണ മോതിരം ചെയ്തെടുക്കുന്നത്. പിന്നെ മോഹനയക്ഷി വശീകരണ മോതിരത്തിൻ്റെ മറ്റൊരു ഗുണം എന്തെന്നാൽ ഇത് ഈശ്വരീയ സങ്കല്പമുള്ള, അതായത് കൃഷ്ണൻ, പിന്നെ കാമദേവൻ, രതീദേവി, പിന്നെ അതുപോലെ തന്നെ കാമസ്വരൂപിണിയായ ദേവിമാർ, പാർവതി ദേവി, അങ്ങനെയൊക്കെ ഉള്ള ദേവിമാരെ വെച്ച് ചെയ്യുന്ന മോതിരമോ അങ്ങനെയൊക്കെയുള്ള ശക്തികളെ വെച്ച് ചെയ്യുന്ന വസ്തുക്കളോ ശരീരത്തിൽ ധരിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ മത്സ്യമാംസാദികൾ ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും. അല്ലെങ്കിൽ സ്ത്രീ സംസർഗമോ, സ്ത്രീ ആണെങ്കിൽ പുരുഷനുമായിട്ടോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ പാലിക്കേണ്ടതായിട്ട് ചിലയിടത്തൊക്കെ അത് നമ്മൾ എടുക്കുന്ന കർമ്മം കണക്കിരിക്കും. എന്നാൽ മോഹനയക്ഷി വശീകരണ മോതിരം ധരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് പാലിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം മോഹനയക്ഷി ഒരു പൂജയ്ക്കെടുക്കുന്ന ദേവത അല്ലാത്തത് കൊണ്ടും അതൊരു യക്ഷിണീ സ്വരൂപമായതുകൊണ്ടും നമുക്ക് മത്സ്യമാംസാദികളോ അല്ലെങ്കിൽ ബ്രഹ്മചര്യമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഇത് ധൈര്യത്തോടു കൂടി ധരിക്കാം. അതോടൊപ്പം ബർത്ത് സ്റ്റോണിൻ്റെ പ്രത്യേകത എന്താ? പെട്ടെന്ന് തകർച്ച സംഭവിക്കാത്ത സ്റ്റോണുകളാണ് ബർത്ത് സ്റ്റോണായിട്ട് എടുക്കുക. അത്രയും പ്യുവറായിട്ടുള്ളതാണ് ബർത്ത് സ്റ്റോണായിട്ട് എടുക്കുക. അതുകൊണ്ട് അതിലേക്ക് ആവാഹിച്ചെടുക്കുന്നത് കൊണ്ട് കാലാകാലങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ആ മോതിരം നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതും പറയപ്പെടുന്നു. മോഹനയക്ഷി വശീകരണ മോതിരം ധരിച്ച് മോഹനയക്ഷിയെ എപ്പോഴും മനസ്സിൽ സ്മരിക്കുകയും ഓം മോഹനയക്ഷി നമോ നമഃ എന്ന മന്ത്രം ദിവസവും ചൊല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ മോഹനയക്ഷിയുടെ കടാക്ഷം നമുക്ക് അമിതമായി ലഭിക്കുകയും നമ്മൾ പോകുന്നിടത്തെല്ലാം വിജയമുണ്ടാവുകയും ഏവർക്കും നമ്മളോട് മാത്രമായി താല്പര്യമുണ്ടാവുകയും ചെയ്യും എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് എടുത്തു പറയാം. മോഹനയക്ഷി വശീകരണ മോതിരം ധരിച്ചുകൊണ്ട് ചില പ്രത്യേക കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെ നമ്മുടെ അരികിലേക്ക് കൊണ്ടുവരാനും, നമ്മളെ വിട്ടുപോയവരോ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമല്ലാതെ നിൽക്കുന്നവരോ ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ നമുക്ക് പ്രണയം തോന്നുന്നവരെയോ മോഹനയക്ഷി വശീകരണ മോതിരം ധരിച്ച് ചില പ്രത്യേക കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അരികിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ വേറെ പ്രത്യേകത. അതിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഞാൻ നൽകാറുണ്ട്. അത്രയധികം പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ മോഹനയക്ഷി വശീകരണ മോതിരം. ഈ അമൂല്യമായ മോഹനയക്ഷി വശീകരണ മോതിരം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് മോഹനയക്ഷി വശീകരണ മോതിരം സ്വന്തമാക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് മോഹനയക്ഷി വശീകരണ മോതിരം കർമ്മം ചെയ്തെടുക്കുന്നത്? മോഹനയക്ഷി വശീകരണ മോതിരം കർമ്മം ചെയ്യുന്ന രീതി എങ്ങനെയാണ്? മോഹനയക്ഷി വശീകരണ മോതിരം കർമ്മം ചെയ്യാൻ എന്തെല്ലാം വേണം? എത്ര ദിവസം വേണം? മോഹനയക്ഷി വശീകരണ മോതിരം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും മോഹനയക്ഷി വശീകരണ മോതിരത്തെക്കുറിച്ചുള്ള മറ്റു സംശയങ്ങൾ മാറ്റുവാനും വേണ്ടി മോഹനയക്ഷി വശീകരണ മോതിരം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയി ചെയ്തിടുന്നതാണ്. അതിനെ നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും 1000 നന്ദി, നമസ്കാരം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്നവർക്ക് നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടട്ടെ. നന്ദി, നമസ്കാരം.